പിളർപ്പിന് ശേഷമുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനം. ടി.പി. പ്രശാന്ത് കോട്ടയത്ത് നിന്നും. പ്രശാന്ത്, കോൺഗ്രസിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ കേരള കോൺഗ്രസ് ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രദീപ്, ഫ്രാൻസിസ് ജോർജിൻ്റെ കൊഴിഞ്ഞുപോക്കിന് ശേഷം മാണി ഗ്രൂപ്പിലുണ്ടായിരിക്കുന്ന പിളർപ്പ്, കനത്ത ആഘാതം, അത് സംബന്ധിച്ച പ്രതിസന്ധി, ഇതെല്ലാം എങ്ങനെ തരണം ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം തന്നെയായിരിക്കും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യത്തിൽ, സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട നിലപാടുകളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായം കഴിഞ്ഞ ദിവസം കോൺഗ്രസുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ കെ.എം. മാണി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ കൂടുതൽ സീറ്റ് നൽകാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചത്. ഒപ്പം പൂഞ്ഞാർ, അതുപോലെ തന്നെ കുട്ടനാട്, ഏറ്റുമാനൂർ പോലുള്ള സീറ്റുകൾ തിരികെ നൽകണമെന്നുള്ള ഒരു ആവശ്യവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. ഇതെല്ലാം പാർട്ടിയെ വില കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്, കോൺഗ്രസിൻ്റെ തന്ത്രമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം ഫ്രാൻസിസ് ജോർജിൻ്റെ കൊഴിഞ്ഞുപോക്കിന് ശേഷം ഇനി പാർട്ടിയിൽ നിന്ന് ആരും പുറത്തേക്ക് പോകില്ല എന്ന തരത്തിൽ ഒരു ഉറപ്പ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പി ജെ ജോസഫിനോട് നൽകാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പി ജെ ജോസഫ് അത്തരത്തിലൊരു ഉറപ്പ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങളെ അറിയിച്ചു. ഏതായാലും ഫ്രാൻസിസ് ജോർജിനെ അതേസമയം തള്ളിപ്പറയാൻ തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ല. അടുത്ത 10-ന് നടക്കുന്ന ചർച്ചയിൽ, പ്രത്യേകിച്ച് UDF വീണ്ടും തിരുവനന്തപുരത്ത് 10-ന് ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ച സ്വീകരിക്കേണ്ട നിലപാടുകൾ, ചോദിക്കേണ്ട സീറ്റുകൾ, ആരൊക്കെ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള തുടർ ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വീണ്ടും തുടരുമ്പോൾ തന്നെ പി ജെ ജോസഫും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി വിട്ടവരോട് ഒരു തരത്തിലുള്ള പിന്തുണയും താൻ നൽകില്ല എന്നും. കേരള കോൺഗ്രസ് എമ്മിലെ വിഷയങ്ങൾ ഇത്തരത്തിൽ അതീവ സങ്കീർണമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് UDF കലുഷിതമാകുന്നതും. UDFന്റെ കലുഷിതയിൽ കൊടുവള്ളിയിലെ ലീഗ് വിമത സ്ഥാനാർത്ഥിയുടെ പ്രസക്തി എന്ത്? കാരാട്ട് റസാഖ് പ്രചാരണം ആരംഭിക്കുമ്പോൾ മണ്ഡലത്തിലെ പ്രധാന ലീഗ് നേതാക്കളെല്ലാം കാരാട്ട് റസാഖിന് ഒപ്പം പ്രചരണത്തിൽ സജീവമാണ്. PV കുട്ടന്റെ കൊടുവള്ളിയിലെ കരുത്തനായ ലീഗ് നേതാവ് കാരാട്ട് റസാഖ് പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കാരാട്ട് റസാഖ് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ ഓരോ കേന്ദ്രങ്ങളിലും എത്തി ജനങ്ങളെ നേരിൽ കണ്ട് താൻ മത്സരിക്കാനിടയായ സാഹചര്യം വിശദീകരിക്കുകയാണ് റസാഖ്. സംസ്ഥാന കമ്മിറ്റി, നിയോജകമണ്ഡല കമ്മിറ്റിയുമായി ആശയവിനിമയം നടത്താതെ ദുബായിലുള്ള ഒരു വ്യവസായ പ്രമുഖന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി ഈ സീറ്റ് വിട്ടു നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലത്തിലെ ഭൂരിഭാഗം ലീഗ് പ്രവർത്തകരുടെ പിന്തുണയും തനിക്കുണ്ടെന്നും കൊടുവള്ളിയിൽ തന്റെ വിജയം ഉറപ്പാണെന്നും റസാഖ് പീപ്പിൾ TVയോട് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുടെ ആശയവിനിമയത്തിൽ കൂടി വന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുവാൻ വേണ്ടി ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത്. കൊടുവള്ളിയിലെ പ്രധാന ലീഗ് നേതാക്കൾക്കൊപ്പമാണ് റസാഖ് പ്രചാരണത്തിനിറങ്ങിയത്. റസാഖിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ ജനസ്വാധീനമുള്ള കാരാട്ട് റസാഖ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് ലീഗ് കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. PTA റഹീമിന് പിന്നാലെ കാരാട്ട് റസാഖും പാർട്ടി വിട്ടത് ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. കൊടുവള്ളിയിൽ നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കൊടുവള്ളിയിലെ രാഷ്ട്രീയ വിഷയം ഇത്തരത്തിൽ വളരെ സങ്കീർണമായി നിലനിൽക്കുമ്പോൾ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലം കോട്ടയം നിയമസഭാ മണ്ഡലം, എന്താണ് പ്രത്യേകതകൾ? TP പ്രശാന്തിലേക്ക്. പാലങ്ങളാണ് കോട്ടയം മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ അടയാളങ്ങളെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലച്ച സോളാർ വിവാദവും പെൻഡ്രൈവ് വിവാദവുമെല്ലാം വോട്ടർമാർക്കിടയിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ്. സർക്കാരിന്റെ ഒരു പരിച്ഛേദം, അത്തരത്തിൽ തന്നെ ഒരു മന്ത്രിയെ കാണുകയാണെങ്കിൽ സർക്കാരിൽ ഏറ്റവും നിർണായക സ്വാധീനമുള്ള ഒരു മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധീകരിക്കുന്ന കോട്ടയം നിയമസഭാ മണ്ഡലം അതീവ ശ്രദ്ധയായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുമ്പോൾ മന്ത്രി തന്നെ ഈ മണ്ഡലത്തിൽ തുടർന്നും മത്സരിക്കുമോ? അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ ഏതു തരത്തിൽ പ്രതിഫലിക്കും? വരുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും. സംസ്ഥാന മന്ത്രിസഭയിൽ ആഭ്യന്തരം, റവന്യൂ, ഗതാഗതം, കായികം, വനം വകുപ്പുകൾ കൈകാര്യം ചെയ്ത
മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലി മണ്ഡലമാണ് കോട്ടയം. ആദ്യഘട്ടത്തിൽ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു പ്രബലനായി അരങ്ങുവാണിട്ടും അഴിമതിയിലും വിവാദത്തിലും കുടുങ്ങി അതെല്ലാം മാറ്റാനുള്ള ശ്രമത്തിനിടെ ഭരണപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ മന്ത്രിക്ക് കഴിയാത്തതാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ച. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ മാത്രമാണ് മണ്ഡലത്തിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭാഗികമായി പൂർത്തീകരിച്ചത്. പാലങ്ങൾ നിർമ്മിച്ചതാണ് വികസനത്തിന്റെ അടയാളങ്ങളായി മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. മാക്സിമം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ഈ 4.25 വർഷത്തോളം പൂർത്തിയായി കഴിയുമ്പോൾ തികഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടിയാണ് വികസന കാര്യത്തിൽ എൻ്റെ ഒരു ചിന്ത നിൽക്കുന്നത്. ഇവിടെ ചിങ്ങവനത്ത് ഇലക്ട്രോ കെമിക്കൽസിൻ്റെ ഒക്കെ ഭൂമി, ആ ഭൂമി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി അന്ന് ആ കമ്പനിക്കാർക്ക് കൊടുത്തിരുന്നതാണ് വർഷങ്ങൾക്കപ്പുറത്ത്. 14 ഏക്കർ സ്ഥലം അവിടെ നിന്ന് തിരിച്ചെടുത്തു. അവിടെ ഒരു ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടത്തക്ക വിധത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ തീരുമാനം ക്യാബിനറ്റ് എടുത്തു. വികസനത്തെക്കുറിച്ച് വാചാലനാകുമ്പോഴും മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അതിൽ ഇടപെടാനോ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തിരുവഞ്ചൂരിന് സാധിച്ചിട്ടില്ലെന്ന് ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നു. കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള കോട്ടയം മണ്ഡലത്തിൽ ഈ മേഖലയുടെ ഉന്നമനത്തിന് ഒന്നും ചെയ്യാൻ മന്ത്രിക്കായിട്ടില്ലെന്നും ആക്ഷേപം ശക്തമാണ്. കോട്ടയം മണ്ഡലത്തിൻ്റെ 5 വർഷക്കാലത്തെ UDF ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി പ്രതിനിധാനം ചെയ്ത മണ്ഡലം എന്ന രൂപത്തിൽ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ തികഞ്ഞ പരാജയമായിരുന്നു എന്നതാണ് പൊതുവിൽ പരിശോധിച്ചാൽ കാണുന്നത്. ഇതിലൊരു നാടിൻ്റെ പുരോഗതിയുടെ ചിത്രമെടുക്കുമ്പോൾ അതിൽ ഉൽപ്പാദന മേഖലയാണ് ഏറ്റവും സുപ്രധാനമായ ഘടകം. അതിൽ കൃഷിയും വ്യവസായവും വരും. ആ മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഞാൻ വെല്ലുവിളിക്കുന്നു. എവിടെയെങ്കിലും ഒരു സംരംഭം ആരംഭിക്കാൻ കഴിഞ്ഞതായിട്ട് അദ്ദേഹം പറയട്ടെ. ഒരു യൂണിറ്റെങ്കിലും ആരംഭിച്ച് 10 പേർക്ക് ഉള്ളതുകൂടെ കൂട്ടിയതല്ലാതെ. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഇലക്ട്രോ കെമിക്കൽസ് കൂട്ടി അവിടെ ഇപ്പോൾ കോളേജ് വരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. പശ്ചാത്തല വികസനം എടുത്തോളൂ. പശ്ചാത്തല വികസനത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഞങ്ങൾ തുടങ്ങിവെച്ച പ്രധാനപ്പെട്ട വർക്കുകൾ പൂർത്തീകരിച്ചു എന്നതല്ലാതെ പുതിയതായി മന്ത്രിക്ക് ഒരെണ്ണമെങ്കിലും കൊണ്ടുവന്ന് നടപ്പാക്കിയത് പറയാൻ കഴിയും. അതിവേഗം ബഹുദൂരമെന്ന് നിരന്തരം ആവർത്തിക്കുന്ന UDF സർക്കാരിന്റെ ഭാഗമായ ഈ മന്ത്രിമണ്ഡലത്തിൽ KSRTC ടെർമിനൽ നിർമ്മാണം ഇഴയുന്നതും കഞ്ഞിക്കുഴിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഫ്ലൈ ഓവർ മരവിപ്പിച്ചതും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന മൊബിലിറ്റി ഹബ്ബും ജില്ലാ ആശുപത്രിയുടെ ശോച്യാവസ്ഥയുമെല്ലാം വോട്ടർമാർ ചർച്ച ചെയ്യുന്നുണ്ട്. വികസനത്തെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ മന്ത്രിയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളും മണ്ഡലത്തിൽ സജീവമായി അലയടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട വിവാദ പെൺഡ്രൈവ് കൈവശം വെച്ച് സമ്മർദ്ദം ചെലുത്തിയാണ് മന്ത്രിസഭയിൽ രണ്ടാമനാകാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന ആക്ഷേപം തിരുവഞ്ചൂരിന് കൂടുതൽ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. റവന്യൂ മന്ത്രിയായിരുന്ന കാലത്തെ പാറ്റൂർ ഭൂമി വിവാദത്തിലുള്ള കൈകടത്തൽ, ശാലു മേനോനുമായുള്ള ബന്ധവും ഗൃഹസന്ദർശനവും, ദേശീയ ഗെയിംസ് അഴിമതി ആരോപണങ്ങൾ, ഗുജറാത്തിലെ ബിസിനസ്സുകാരൻ അഭിലാഷ് മുരളീധരനുമായ മന്ത്രിപുത്രനുള്ള ബന്ധവും സ്വാധീനവുമൊക്കെ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രചരണത്തിന് ചൂടേറ്റുമെന്നാണ് വോട്ടർമാരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ഒരുമാതിരി എല്ലാം തറക്കല്ലിട്ടത്. ഒരുമാതിരി എല്ലാം അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം പൂർത്തിയായി. ബാക്കി ഇവരിരുന്നപ്പം പണി പൂർത്തിയായില്ലെങ്കിലും എല്ലാം ഓടി നടന്നവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാർക്കോഴ അങ്ങനെയുള്ള കേസ് കെട്ടെ, പിന്നെ സോളാർ കേസ് കെട്ടെ, ഇത് ഈ ഇപ്പം നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതിൻ്റെ തിരിച്ചടി എന്നാണേലും ഈ നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റിന് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. തിരുവഞ്ചൂർ ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളായിട്ടാണ് ഞങ്ങളുടെ അറിവ്. പരിധി ഒരു വിഷയമായിട്ട് എടുക്കുന്നില്ല. വികസനത്തിൻ്റെ പരസ്യം മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ. കുറേയൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിന് ഭരണം കിട്ടുകയില്ല, അത് തീർച്ചയാണ്. ഭരണത്തിൽ ഭയങ്കര അഴിമതിയാണ് കോൺഗ്രസ് സംബന്ധിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണ്ടും മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ നേരിയ വോട്ടിനുള്ള വിജയം UDFന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. ഇടതുമുന്നണിയിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടക്കുകയാണ്. കോട്ടയം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ചർച്ച നടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം രാജ്യസഭയിലും CPIയുടെ നിലപാടെന്ത്, ഒപ്പം R ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണത്തിലേക്കും എത്താം. നിയമസഭാ സീറ്റ് സംബന്ധിച്ച് CPIM CPI ഉഭയകക്ഷി ചർച്ച തുടരുമെന്ന് കാനം രാജേന്ദ്രൻ. 10-ാം തീയതിക്ക് LDF യോഗത്തിന് ശേഷമായിരിക്കും ചർച്ച. രാജ്യസഭാ സീറ്റ്, അത് CPIയുടെ നിലപാട് എന്താണ്? കാനം രാജേന്ദ്രന്റെ വാക്കുകളിലേക്ക്. 10-ാം തീയതി LDF കൂടി കഴിഞ്ഞതിന് ശേഷം പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചകളിലാണ് ആ വിഷയങ്ങൾ. 10-ന് LDF കൂടിയിട്ടാണ് അത് തീരുമാനം.
ഇതോടൊപ്പം തന്നെ ആർ ബാലകൃഷ്ണപിള്ളയും CPIM നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് അപ്രധാനമെന്നാണ്. ബാലകൃഷ്ണപിള്ളയിലേക്ക്. LDF എൻ്റെ സേവനം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കുന്നത് പ്രയോജനമാണ് എന്ന് LDFിന് അഭിപ്രായമുണ്ടെങ്കിൽ മത്സരിക്കും. LDFിന് വിധേയനാണ്. കാര്യം ഇപ്പോൾ എൻ്റെ ലക്ഷ്യം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി മന്ത്രിമാർ, സ്വഭാവദൂഷ്യമുള്ള മന്ത്രിമാർ, തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോലും കേരളത്തിൻ്റെ വസ്തു വിറ്റ് കാശ് മേടിക്കുന്നവർ, ഈ രാജ്യം, ഈ സംസ്ഥാനം ഒരു കാരണവശാലും ഭരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ബാലകൃഷ്ണപിള്ളയും കാനം രാജേന്ദ്രനും അടക്കമുള്ളവർ നിർണായക ചർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ പാർട്ടികളും മുന്നണികളും തെരഞ്ഞെടുപ്പ് ചർച്ച അതിൻ്റെ സജീവമായ അവസ്ഥയിൽ നിലനിർത്തുന്നു. ആശ്വാസകരമായ ഇടവേള തെരഞ്ഞെടുപ്പിന് ലഭിക്കുന്നു എന്നുള്ളത് പാർട്ടികളെ സംബന്ധിച്ചും മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും ചർച്ചകൾ അവസാനിപ്പിക്കുന്ന പ്രതീക്ഷാ ഘട്ടമായി നിലനിൽക്കുമ്പോൾ തന്നെ ഏക മന്ത്രിമണ്ഡലമായ വടക്കാംചേരിയിലെ രാഷ്ട്രീയം ഏതു തരത്തിൽ? CG ദിൽജിത്ത് ചേരും. തൃശൂർ ജില്ലയിലെ ഏക മന്ത്രിമണ്ഡലം വടക്കാംചേരി. 2016 തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ 2011 വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് 1,39,184. പോളിംഗ് ശതമാനം 78.26. 78.26% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് CN ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 6,685. 67,911 വോട്ടുകൾ CN ബാലകൃഷ്ണൻ 2011 സ്വന്തമാക്കി. CN ബാലകൃഷ്ണൻ കൂടാതെ വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിൽ 2011 മത്സരിച്ച പ്രമുഖർ NR ബാലൻ CPIM, അദ്ദേഹത്തിന്റെ വോട്ട് 61,226. BJP 7,451 വോട്ടും വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയിരുന്നു. BSP 1,419 വോട്ടും ഗോവിന്ദൻ മച്ചാടിലൂടെ സ്വന്തമാക്കി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 കണക്കാക്കിയാൽ CN ബാലകൃഷ്ണൻ 48.79%, 43.99% വോട്ട് CPIM NR ബാലനിലൂടെ സ്വന്തമാക്കിയപ്പോൾ BJP 5.35% വോട്ടും സ്വന്തമാക്കി. BSP 1% വോട്ടും 2011 വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയിരുന്നു. ന്റെ ഈ കണക്കുകളിൽ നിന്ന് 2016 എത്തുമ്പോൾ വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും CG ദിൽജിത്ത്. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ മന്ത്രി CN ബാലകൃഷ്ണൻ ത്വരിതാന്വേഷണം നേരിടുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് എത്തുന്നത്. UDFിന് അധികാരത്തിലെത്താൻ വേണ്ടി മാത്രം രൂപീകരിച്ച വടക്കാംചേരി മുനിസിപ്പാലിറ്റിയിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തിയതും UDFിന്റെ കോട്ടകൾ പിടിച്ചെടുക്കാനായതും LDFിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ഈ നിലപാട് വികസനത്തിലായാലും രാഷ്ട്രീയത്തിലായാലും വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. സർക്കാരിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ, അതോടൊപ്പം തന്നെ CN ബാലകൃഷ്ണൻ എന്ന മന്ത്രി നേരിട്ട ആരോപണങ്ങൾ അടക്കമുള്ളവ വികസനവും ചേർത്ത് വായിക്കുമ്പോൾ വടക്കാംചേരി നിയമസഭാ മണ്ഡലത്തിലൂടെ CG ദിൽജിത്ത് നടത്തിയ യാത്രയിലേക്ക്. പതിറ്റാണ്ടുകളോളം കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന വടക്കാംചേരി അപ്രതീക്ഷിത തിരിച്ചടികൾ നൽകി UDFിനെ പ്രതിസന്ധിയിലാക്കിയ ചരിത്രവുമുണ്ട്. 2004 KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരൻ മന്ത്രിസഭയിലെത്തി ജനുവരി തേടിയത് വടക്കാംചേരിയിലായിരുന്നു. എന്നാൽ സ്വന്തം ജില്ലയായ തൃശൂരിൽ പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞ മന്ത്രിസ്ഥാനം രാജിവെക്കാനായിരുന്നു മുരളീധരന്റെ വിധി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി എന്ന വിശേഷണവും ഇതോടെ മുരളീധരന് ലഭിച്ചു. CPIMലെ AC മൊയ്തീനാണ് മന്ത്രിയെ പരാജയപ്പെടുത്തി മണ്ഡലം ഇടതിന് അനുകൂലമാക്കിയത്. തുടർന്ന് 2006 തെരഞ്ഞെടുപ്പിലും മൊയ്തീൻ വിജയം ആവർത്തിച്ചു. 2011 മുതിർന്ന ഗ്രൂപ്പ് നേതാവ് CN ബാലകൃഷ്ണനാണ് UDFിനായി മണ്ഡലം തിരികെ പിടിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാംചേരിയിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ മുന്നേറ്റമാണ് പ്രകടമായത്. 9 പഞ്ചായത്തുകളിൽ ഒരിടത്തൊഴികെ എല്ലായിടത്തും UDF ഭരണം നിലനിൽക്കെ 4 പഞ്ചായത്തുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് അനുകൂലമായി വിധിയെഴുതിയത്. മണ്ഡലത്തിലാകെ 3000-നടുത്ത് വോട്ടിന്റെ മേൽക്കൈ നേടാനും LDFിനായി. ഇതേ തരംഗം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടത്. മണ്ഡലത്തിലെ ഇടതു മുന്നേറ്റം 4000 വോട്ടിനടുത്തെത്തിയതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. UDF ഭരിച്ചിരുന്ന വടക്കാഞ്ചേരി, മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ ചേർത്ത് വടക്കാഞ്ചേരി നഗരസഭ രൂപീകരിച്ചപ്പോൾ ആദ്യ ഭരണം LDF പിടിച്ചു. തെക്കുംകര, അവണൂർ, കൈപ്പറമ്പ്, തോളൂർ എന്നീ 4 പഞ്ചായത്തുകളാണ് LDF പിടിച്ചെടുത്തത്. UDFിന് 2 പഞ്ചായത്തുകളിൽ ഒതുങ്ങേണ്ടി വന്നു. സ്ഥാനാർത്ഥി നിർണയം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്ന് സമ്മതിക്കുന്ന CN ബാലകൃഷ്ണൻ താൻ മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇക്കുറി അധികം പണിപ്പെടാതെ തന്നെ മണ്ഡലം തിരികെ പിടിക്കാനാവുമെന്ന കണക്കുകൂട്ടലിനാണ് LDF. പ്രതിസന്ധികൾക്കിടയിലും മണ്ഡലം നിലനിർത്താനുള്ള ശ്രമത്തിനിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ UDFിന് തലവേദനയാവുകയാണ്.
എന്നാൽ ഇക്കുറി മണ്ഡലം തിരികെ പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പിൽ പ്രകടമാവുന്നത്. 2011 തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, മണ്ഡലത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഏറെ കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഫലങ്ങൾ പോയ കാല തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ 2016 മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏതു തരത്തിലാണ് പ്രചരണം അതിൻ്റെ തുടക്കഘട്ടത്തിൽ വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്നത്? CG ദിൽജിത്തിലേക്ക്. തൃശൂർ ജില്ലയിലെ ഏക മന്ത്രിമണ്ഡലമായ വടക്കാഞ്ചേരിയിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്ന അവകാശവാദം UDF-നില്ല. LDF സർക്കാർ തുടങ്ങിവെച്ച പദ്ധതികൾ പോലും മന്ത്രിത്തിരക്കിന്റെ പേരിൽ അവഗണിക്കപ്പെട്ടുവെന്നാണ് ഇടതുമുന്നണി ഉദാഹരണങ്ങൾ നിരത്തി ചൂണ്ടിക്കാട്ടുന്നത്. ഈ വാദഗതികൾ 2016 തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ശക്തമായി അവതരിപ്പിക്കപ്പെടും? അത് ആരോപണങ്ങളായി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ എതിർപക്ഷത്തിന് എത്രമാത്രം സാധിക്കും? വടക്കാഞ്ചേരി മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി വേറിട്ട് നിൽക്കുന്നതും ഇത്തരം വിഷയങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട CN ബാലകൃഷ്ണ 5 വർഷം പൂർത്തിയാകുമ്പോൾ അതിരുകടന്ന അവകാശവാദങ്ങൾ ഒന്നും തന്നെയില്ല. പ്രാദേശിക വികസന ഫണ്ടുകളുടെ വിതരണം മാത്രമാണ് മന്ത്രി CN ബാലകൃഷ്ണൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് 47 കോടി ഉൾപ്പെടെ വടക്കാഞ്ചേരി ഹോസ്പിറ്റലിൽ താലൂക്ക് ഓഫീസ് ഞാൻ വന്നതിന് ശേഷം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അതിൻ്റെ കുറച്ച് സ്റ്റാഫിന് കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഫണ്ടിൽ നിന്ന് അസ്ഥി വികസന ഫണ്ടിന് 2.5 കോടി കൊടുത്തു. പുതിയ മുനിസിപ്പാലിറ്റി വന്നപ്പോൾ അതിന് ഒരു 5 കോടി ഉറുപ്പിക കൊടുത്ത് അതൊക്കെ ഈ ബഡ്ജറ്റിൽ വന്നുകൊണ്ടിരിക്കുക. ടൗൺ ഹാള് അപ്പോൾ മുനിസിപ്പൽ ഓഫീസും കൂടി കണക്ട് ചെയ്യാൻ പറ്റും പ്രവൃത്തി. അതുപോലെ തന്നെ ആയുർവേദ വിശ്വവിദ്യാശാല പുതിയ കെട്ടിടം ഉണ്ടാക്കുന്ന കാര്യത്തിന് 3 കോടി ഉറുപ്പിക അനുവദിച്ചിട്ടുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൽ 1.5 കോടി ഉറുപ്പിക. പുഴ മലിനീകരണം അത് സൗന്ദര്യവൽക്കരിക്കുന്ന വേണ്ടിയിട്ട് ഇപ്പോൾ 2 കോടി കൊടുത്തിട്ടുണ്ട്. അതിന് എത്ര പണം വേണമെങ്കിൽ കൊടുക്കാനുള്ള ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ മെക്കാഡിൻ്റെ ആരെങ്കിലുള്ള അനുഭവം തന്നുണ്ട്. LDF ഭരണകാലത്ത് മുൻ MLA AC മൊയ്തീൻ തുടങ്ങിവെച്ച പദ്ധതികൾ പോലും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ UDF മുൻകൈയെടുത്തിട്ടില്ല. വാഴാനി, പൂമല, വെലങ്ങൻകുന്ന് തുടങ്ങി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾക്കായി യാതൊരു പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല. LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ആരോഗ്യ സർവകലാശാലയ്ക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നടപടികളില്ല. തൃശൂർ, പാലക്കാട് ജില്ലകളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് വാഗ്ദാനങ്ങളിൽ പോലും ഇടം പിടിച്ചിട്ടില്ല. വേനൽക്കാലത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമാകുന്ന മെഡിക്കൽ കോളേജ് പരിസരത്ത് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടായില്ല. ഊട്ടുപാറയിലെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയെങ്കിലും അവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. താലൂക്ക് ആസ്ഥാനം എന്ന നിലയ്ക്ക് അവിടെ നേരത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ, ഓഫീസ് കോംപ്ലക്സ്, PWD അനക്സ്, അതുപോലെ തന്നെ PWD ഓഫീസ് കെട്ടിടം, ഇങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 5 കൊല്ലം എടുത്തിട്ടും പൂർണ്ണതയിലെത്തിക്കാനായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുവെങ്കിൽ പോലും വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകൾ ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓഫീസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പരിമിതമായ പ്രവർത്തനം പോലും നടത്തി തീർക്കുന്നതിനായി അദ്ദേഹത്തിനായിട്ടില്ല. മെഡിക്കൽ കോളേജ്, ആരോഗ്യ സർവകലാശാല, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ രീതിയിലുള്ള ശ്രമം നടന്നില്ല. ദന്തൽ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ നിലനിൽക്കുകയും അവസാനം കോടതി ഇടപെട്ടാണ് അത് നിലനിൽക്കുന്ന അവസ്ഥ. മണ്ഡലത്തിലെ കോൾ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലും മന്ത്രി പൂർണ്ണ പരാജയമായി എന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. മുണ്ടത്തിക്കോട് പഞ്ചായത്തിൽ ആരംഭിക്കാനിരുന്ന ITI, സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ നടപ്പായില്ല. അത്താണി, മുണ്ടൂർ വ്യവസായ എസ്റ്റേറ്റുകൾക്കായി പദ്ധതികളില്ല. രാജ്യത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക ഫോർജിംഗ് കമ്പനിയായ അത്താണിയിലെ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഫോർജിംഗ് ലിമിറ്റഡ് തകർച്ചയുടെ വക്കിലെത്തിയിട്ടും മന്ത്രി ചെറുവിരൽ അനക്കിയിട്ടില്ല. വികസന മുരടിപ്പിന്റെ 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ് മണ്ഡലത്തിൽ ചർച്ചയാവുന്നത്. എടുത്തു പറയാൻ കാര്യമായ പദ്ധതികളില്ലാത്തത് UDF-ന് വരുത്തിവെക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് നീക്കുപോക്കുമായി മുന്നണികൾ സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുമ്പോൾ, ചർച്ചകൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ, നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.